ദിവസം തികച്ചു കഴിയുന്നതിന് മുമ്പ് അതിലെ പട്ടികളെ അവിടെ കൊണ്ടുവന്ന് തുറന്നു വിട്ട ഒരു കാഴ്ചയെ ആരംഭിച്ച് കയറുവാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുക. അതുപോലെ തന്നെ ഒരു ദിവസം എന്ത് സഹായവും ചെയ്തു കൊടുക്കുന്നതിന് ഗവൺമെന്റ് തയ്യാറാണ്. പക്ഷെ കോർപ്പറേഷൻ മുന്നിട്ട് വരണ്ടേ? ഇവിടെ ശബരിനാഥനും DC പ്രസിഡന്റ് ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ആണ് സാറ് പറഞ്ഞത്, ഇന്നത്തെ 400 അജണ്ടയാ. 2 മണിക്കൂർ കൊണ്ട് ജനങ്ങളെ ബാധിക്കുന്ന, നഗരത്തെ ബാധിക്കുന്ന ഈ പ്രശ്നം നിങ്ങൾ എങ്ങനെ ചർച്ച ചെയ്യും? ഈ നാട്ടിൽ പകർച്ചവ്യാധികൾ പെരുകുകയാണ്. ഡെങ്കി ഫീവറും മറ്റു പനിയും ഒക്കെ പെരുകുമ്പോൾ കേരളീധരൻ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. എന്ത് സഹായവും ചെയ്തു കൊടുക്കുന്നതിന് ഗവൺമെന്റ് തയ്യാറാണ്. പക്ഷെ കോർപ്പറേഷൻ മുന്നിട്ട് വരണ്ടേ? തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പകർച്ചവ്യാധികൾ കൂടുമ്പോൾ ഈ തിരുവനന്തപുരത്ത് ഭരണകൂടം എന്ന് പറയുന്ന കോർപ്പറേഷൻ അവർ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. ശബരിനാഥൻ പറഞ്ഞാൽ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞാൽ അവരെ അധിക്ഷേപിക്കുന്നതല്ലാതെ ഈ ഭരണകൂടം എന്താണ് ചെയ്യുന്നത്? ഞാൻ ഈ തലസ്ഥാന നഗരിയിലെ റോഡിലൂടെ ദിവസവും രാവിലെ നടക്കുന്നയാളാണ്. പട്ടിയെ കൊണ്ട് റോഡിലൂടെ നടക്കാൻ കഴിയുന്നില്ല. ആ KPCC ഓഫീസിന്റെ അവിടെ അപ്പുറത്തുള്ള ഓരോ ഇടവഴികളിൽ പട്ടികൾ കൂട്ടം കൂടി. പട്ടികളെ മുഴുവൻ മാറ്റിയെന്ന് ഇന്ന് മേയറുടെ സ്റ്റേറ്റ്മെന്റ് കിട്ടി. എവിടത്തെ പട്ടിയെ മാറ്റിയെന്ന് നമുക്കറിയില്ല. നായ ശല്യം കൊണ്ട് തലസ്ഥാന നഗരിയിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. കുടിവെള്ള പ്രശ്നം, ഇതൊക്കെ തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷന്റെ ഭരണത്തിന്റെ ഉത്തരവാദിത്വമല്ലേ? എല്ലാ പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമമാണ്. എന്താ ഇവർ ചെയ്യുന്നത്? കുടിവെള്ളക്ഷാമമാണ്. റോഡുകൾ മുഴുവൻ, കോർപ്പറേഷന്റെ റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. കോർപ്പറേഷന്റെ റോഡുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കട്ടെ. കേരളത്തിൽ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇവിടെ UDFന് ചുമതല മുരളീധരൻ വഹിച്ചതുപോലെ എനിക്ക് കൊല്ലം കോർപ്പറേഷൻ ചുമതലയായിരുന്നു. അവിടുത്തെ പത്രമാധ്യമങ്ങളെ വിളിച്ചു പറയുന്നു, മാതൃകാപരമായ പ്രവർത്തനമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊല്ലം കോർപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അക്കമിട്ട് സമയബന്ധിതമായി 6 മാസക്കാലം കൊണ്ട് കോർപ്പറേഷൻ കോൺഗ്രസിന്റെ ഭരണകൂടമൊക്കെ നടത്തുമ്പോൾ ഇവിടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തമ്മിലടിയും കാപ്പ കേസിലെ പ്രതിയെ സംരക്ഷിക്കുവാനും അതിനകത്ത് വരുന്ന ആളുകളെ അടിക്കുവാനും സംഘർഷമുണ്ടാക്കുവാനുമാണോ BJP-ക്കാരനെ ഇവിടെ അധികാരത്തിലേക്ക് 40 വർഷത്തിന് ശേഷം നമ്മൾ കൊണ്ടുവന്നത്? ഇവിടെ അവിശ്വാസം നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ട് എങ്കിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. UDF അവിശ്വാസം കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്ന എന്താണ്? CPM. അപ്പോൾ ഇതൊരു പ്രഹസനമാണ് ഈ സമരം. ഞങ്ങൾ അവിശ്വാസത്തെ പിന്തുണയ്ക്കുന്നില്ല. കോൺഗ്രസിന് 20 അംഗങ്ങളുണ്ട്, 34 അംഗങ്ങൾ വേണം. ഒരു ഭരണകൂടത്തിനെതിരായി ജനങ്ങളോടൊപ്പം നിൽക്കുകയാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കണ്ടേ? എന്തുകൊണ്ട് നിങ്ങൾ പിന്തുണയ്ക്കുന്നില്ല? നിങ്ങൾ ഈ സമരാഭ്യാസം നടത്തുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ പിന്തുണയ്ക്കുന്നില്ല? നിങ്ങളും CPM-ഉം CPM-ഉം BJP-യും തമ്മിലുള്ള ഡീലിന്റെ ഭാഗമായിട്ടാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കേരളം ഭരിച്ച പിണറായി വിജയൻ അദ്ദേഹം കേന്ദ്രത്തിലെ ഒരു മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോട് എതിർത്തൊരക്ഷരം വേണ്ടിയിട്ടില്ല. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ശബരിനാഥൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ കുറെ അപ്പോയിന്റ്മെന്റ് നടന്നിട്ടുണ്ട്. ആ അപ്പോയിന്റ്മെന്റ് മുഴുവൻ BJP-യുമായും സംഘപരിവാർ സംഘടനകളുമായും CPM ഉണ്ടാക്കിയ ഡീലിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ അങ്ങനെ അനധികൃതമായി ജോലി ചെയ്യുന്നത്. ജോലി കിട്ടാത്ത എത്രയോ ചെറുപ്പക്കാർ ഇവിടെ പിന്നെ അലയുന്നു, തെണ്ടി നടക്കുന്നു. അനധികൃതമായി സഖാക്കന്മാരെയും BJP-ക്കാരെയും ഇവിടെ നിയമിച്ചുകൊണ്ട് അവർ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അധികാരം കിട്ടിയാൽ ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. ഈ നഗരത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. ഗവൺമെന്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാതെ ഗവൺമെന്റുമായി സഹകരിക്കണം. പകർച്ചവ്യാധി പ്രതിരോധ പരിപാടികൾ നിങ്ങൾ നടത്തണം. സമയബന്ധിതമായി കാര്യങ്ങൾ നടത്തണം. ആളുകൾ മരിച്ചു വീഴുകയാണ്. കോർപ്പറേഷനല്ലേ ചെയ്യേണ്ടത്? ഇവിടത്തെ തെക്കനങ്ങര കനാൽ, പാർവതി പുത്തനാർ ഓടകൾ മുഴുവൻ മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കരമനയാറും കിള്ളിയാറും മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കൊതുകുകൾ പെരുകുന്നു, ഡെങ്കിപ്പനി വരുന്നു, എലിപ്പനി വരുന്നു, പകർച്ചവ്യാധികൾ വരുന്നു. ഇവർ കാണുന്നില്ലേ?
ഇവര് കാര്യങ്ങൾ ചെയ്യണ്ടേ? കോർപ്പറേഷൻ ഉത്തരവാദിത്വമില്ലേ? ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്, മേയറുണ്ട്, കമ്മിറ്റിയുടെ അധ്യക്ഷന്മാരുണ്ട്. കോൺഗ്രസിന്റെ പ്രതിനിധികൾ, UDFന്റെ പ്രതിനിധികൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവരെ ആക്രമിക്കുവാനും അവരെ അധിക്ഷേപിക്കുവാനും ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർ. നിങ്ങളെല്ലാവരും ജനങ്ങൾ നൽകിയ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവിടെ ഓരോരോ കാര്യം ഓരോരോ ദൈവങ്ങളെ വിളിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ ഫലം നിങ്ങൾക്ക് മനസ്സിലായി. ഈ രാജ്യത്തിന് നിയമവ്യവസ്ഥിതിയുണ്ട്, ഭരണവ്യവസ്ഥിതിയുണ്ട്, ഭരണഘടനയുണ്ട്, നിയമവ്യവസ്ഥയുണ്ട്. അതിനെല്ലാം ഉപരിയായിട്ട് BJPക്കാർ നടത്തിയ ആ സത്യപ്രതിജ്ഞ, അതിന്റെ ലംഘനം നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് അധികാരം കിട്ടിയാൽ എന്തും ചെയ്യാം എന്നുള്ള സ്ഥിതിവിശേഷത്തിലൂടെ മുന്നോട്ട് പോയാൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ശക്തമായ സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങളുടെ ഈ സമര ആഭാസമല്ല, ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കാൻ ഈ ഭരണകൂടം മുന്നോട്ട് വരണം എന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. KPCC വൈസ് പ്രസിഡന്റ് ബഹുമാന്യനായ ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്. പ്രിയമുള്ള അക്ഷരാർത്ഥമില്ലാതെ